ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് മിസ് കരുതുന്നു. നമ്മൾ ഓരോ പാട്ടും നിങ്ങൾ കണ്ട് നിങ്ങൾ എക്സാമിന് തയ്യാറെടുക്കണം. എക്സാമിനേക്ക് നിങ്ങൾ പഠിക്കേണ്ടതായ ചില അത്യാവശ്യ പോയിന്റ്സ് മാത്രം കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പാർട്ട് 12 എത്തി. അതിൻ്റെ പേര് കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ ആണ്. കോൺഫ്ലിക്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കം, അതാണ് കോൺഫ്ലിക്റ്റ്. തർക്കം പറയുന്നത് യുദ്ധമായി മാറാം. പല വേർഷൻ ഉണ്ട് കോൺഫ്ലിക്റ്റിൽ. ഓക്കെ, കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ. നമുക്ക് കോൺഫ്ലിക്റ്റിനെ എന്താണ് ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് വായിച്ചു നോക്കാം. അതായത് കോൺഫ്ലിക്റ്റ് ക്യാൻ ബി വിത്ത് വൺ ourselves on outside world. It may be spouse, sibling, helpers, politician of the system. Conflict lead to the stress, low morally and decreased output. In conflict, the bad values overpower the good values. Okay, conflict makes an individual self-centered, selfish, okay, egoistic and disrespectful and frowning, raising hands, use of abusive words and showing fitness and kicking and angering. Human beings usually like to comfortable zone. If the uncomfortable zone, if an individual is interrupted, then possibly conflicts in each others. അതായത് ഫുള്ള് ഇൻട്രൊഡക്ഷൻ കൂടുതൽ വായിക്കുന്നില്ല. എല്ലാത്തിലും കൂടുതൽ എന്താണ് പറയുന്നത്, തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് എന്താവാം, പൊളിറ്റീഷ്യൻസ് തമ്മിലാവാം. എ കോൺഫ്ലിക്ട്സ് ക്യാൻ ബി വിത്ത് വൺ സെൽഫ് ഓർ വിത്ത് ദ ഔട്ട്സൈഡ് ഓഫ് ദ വേൾഡ്. ഇറ്റ് മേ ബി വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ പൊളിറ്റീഷ്യൻസ് ഓർ എന്താ പറയുക, പൊളിറ്റീഷ്യൻസ് ആയാലും ഫ്രണ്ട്സ് തമ്മിലും ഫാമിലിയിലും അഥവാ ഈ ഒരു എന്താ പറയുക രാജ്യത്തിലായാലും കോൺഫ്ലിക്ട്സ് എന്താണ് നടക്കുന്നതാണ്. എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന സൈഡ് ഇഫക്ട്സ് മിസ് ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ ഇതിൽ ഫോംസ് ഓഫ് കോൺഫ്ലിക്ട്സ്. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻ ഫോംസ് ഓഫ് കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റിലെ ഫോംസുകളാണ്. എന്തൊക്കെയാണ് കോൺഫ്ലിക്റ്റിലെ ഫോംസ് വരുന്നത്? ക്രൈയിങ്, ഫൈറ്റ്, ഗൺസ്, ഹെയ്റ്റ്, ഫിയർ, വാർ ആൻഡ് ആങ്കർ. അതായത് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഗൺസ് വാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഗൺ, തോക്ക് ഉപയോഗിക്കുന്നത് അല്ലെ, യുദ്ധം. കോൺഫ്ലിക്ട്സ് എന്തിലേക്ക് എത്തുന്നു? യുദ്ധത്തിലേക്ക് എത്തുന്നു. ഹെയ്റ്റ്, വെറുപ്പ് എന്താണ്? തമ്മിൽ ദേഷ്യത്തിലേക്ക് എത്തുന്നതിനാണ് വെറുപ്പും. കോൺഫ്ലിക്റ്റ് രണ്ടാൾ തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ പരിഭവം, പിണക്കം, അവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക ദേശീയ സ്വഭാവമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഹെയ്റ്റ്, വെറുപ്പിൽ നിന്നുണ്ടാവുന്നതാണ്. ഫിയർ, ഒരുപക്ഷെ ഭയം കൊണ്ടാവാം. അതായത് എക്സാമ്പിൾ രാജ്യം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരു എന്താ പറയുക, ഇന്ത്യയെ ആക്രമിക്കാൻ എക്സാമ്പിളാണ് പറയുന്നത്, അമേരിക്ക വരുന്നുണ്ട്, നമുക്കൊരു ഭയമാവും. അതൊരു അപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ വളരെ വികസിത രാജ്യമാകും, മറ്റൊരു അസൂയ ഉണ്ടാവും, ജലസി. ഈ ജലസി എന്താവും? കോൺഫ്ലിക്റ്റിന് കാരണം. അപ്പോൾ അവരൊന്ന് അടിച്ചമർത്തി കളയാം, യുദ്ധം ചെയ്തൊന്ന് എന്താക്കാം, ഒന്ന് ശരിയാക്കി കൊടുക്കാം, അടിച്ചമർത്താം. അപ്പം അത് യുദ്ധത്തിലേക്ക് കാരണമാവുന്നു. ദെൻ ആങ്കർ, ദേഷ്യം. ഓൾറെഡി നമുക്കറിയാം ദേഷ്യം. ഓക്കെ, നെക്സ്റ്റ് ഫൈറ്റ്, യുദ്ധം. ഗൺസ്, തോക്ക്. ഹെയ്റ്റ്, വെറുപ്പ്. ഫിയർ, ഭയം. വാർ, യുദ്ധം. ബ്ലഡ്, എന്തായി? ബ്ലഡ് ഉണ്ടാവും അല്ലെ, ചോര ചിന്തുന്ന യുദ്ധങ്ങളുണ്ടാവും. ക്രൈം, അത് അനേകം ജനങ്ങളുടെ കരച്ചിലിനും കാരണമാവുന്നു. കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലിക്ട്സിൻ്റെ ലെവൽ ഓഫ് കോൺഫ്ലിക്ട്സ്, റീസൺ ഓഫ് കോൺഫ്ലിക്ട്സ് കോൺഫ്ലിക്റ്റഡ് ആൻഡ് റെസൊല്യൂഷൻ ആൻഡ് മോറൽ കോൺഫ്ലിക്ട്സ്. ഇതെല്ലാം അടങ്ങിയതാണ് കോൺഫ്ലിക്ട്സ്. ലെവൽ ഓഫ് കോൺഫ്ലിക്ട്സ് എന്താണ്? ലെവൽ ഓഫ് കോൺഫ്ലിക്ട്. കോൺഫ്ലിക്ട് ക്യാൻ ഒക്യൂർ എ നമ്പർ ഓഫ് ലെവൽസ് ഓഫ് ഹ്യൂമൻ ഫങ്ഷനിങ്. നമ്മളെ ഹ്യൂമൻ്റെ ഒരു മനുഷ്യ പ്രക്രിയ, മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു പ്രക്രിയകളിലൂടെ നമ്മൾ ജീവിതം കടന്നു പോകുന്നത്. കുട്ടിക്കാലം, അത് കഴിഞ്ഞ് യൗവനം, അല്ല അതിനിടയിൽ കൗമാരക്കാലം, യൗവനം, വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്തായ പെൻഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഓരോരോ കാറ്റഗറി ഓഫ് ലിവിങ് ആണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മനുഷ്യൻ്റെ ജീവിതകാല പ്രക്രിയയിൽ നമ്മൾ ഈ കോൺഫ്ലിക്ട്സിന് എന്തുണ്ട്? ഒരു ലെവൽ ഓഫ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഒക്യൂർ എ നമ്പർ ഓഫ് ലെവൽ ഓഫ് ഹ്യൂമൻ ഫങ്ഷനിങ്. There can be conflict in head between opposing motives of idea and take place in form of internal dialogue. This is called
ഇൻട്രാപേഴ്സണൽ കോൺഫ്ലിക്റ്റ് അല്ലേ, ഇൻട്രാപേഴ്സണൽ, അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ വിഷും ഡിസയറും അദ്ദേഹത്തിൻ്റെ ഐഡിയാസും പ്ലാനിങ് ഒന്നും ആയിരിക്കില്ല അപ്പുറത്തുള്ള വ്യക്തിക്ക് അനദർ ആയൊരു പേഴ്സൺ ഉണ്ടാവുന്നത്. രണ്ട് വ്യക്തികൾക്കും രണ്ട് ഐഡിയാസ് ആയിരിക്കും, പ്ലാനിങ് ആയിരിക്കും. അപ്പോൾ ഓൾറെഡി എന്തും ഉണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതാണ്. അത് ഇൻട്രാപേഴ്സണാലിറ്റിയാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരു മനുഷ്യനായാലും ഒരു മനുഷ്യൻ 24 മണിക്കൂറും ഹാപ്പി ആയിട്ട് തന്നെ ഒന്നുമില്ല. അത് മനുഷ്യനെ ജനിച്ച നമുക്കറിയാം ദൈവമാണ് നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചത്, നമ്മളെ ഒരു വിശ്വാസം അതനുസരിച്ച് ഒരു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അതൊന്നും ടെക്സ്റ്റില്ല കേട്ടോ, മിസ് പൊതുവേ ഒരു ജനറൽ കാര്യം പറയാണ്, മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖവും സന്തോഷവും സങ്കടവും ദേഷ്യവും ഒക്കെ നമ്മളിൽ ഇൻക്ലൂഡഡ് ആണ്. അത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഓരോ സംഭവം, അത് ആ സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് വരും അല്ലേ, ഒരു സിറ്റുവേഷൻ വരണം. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പ്രകോപിതനാവാന്നൊക്കെ പറയും, എന്തെങ്കിലും കണ്ട് ദേഷ്യം വരുമ്പോൾ പ്രകോപിതനാവുമ്പോഴാണ് മനുഷ്യൻ്റെ ദേഷ്യം പുറത്തേക്ക് വരെ, ആങ്കർ പുറത്തേക്ക് വരെ, വെറുപ്പൊക്കെ പുറത്തേക്ക് വരെ. അപ്പോൾ അവിടെ അതെന്തിലേക്ക് പോകുന്നതാണ്, കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റോൾ ഓഫ് കോൺഫ്ലിക്റ്റ്. എന്താണ് റോൾ ഓഫ് കോൺഫ്ലിക്റ്റ്? നമ്മുടെ സമൂഹത്തിൽ കോൺഫ്ലിക്റ്റിന്റെ റോൾ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് റിയൽ ഡിഫറൻസസ് ആൻഡ് ഡെഫിനിഷൻസ്, എക്സ്പെക്ടേഷൻ, റെസ്പോൺസിബിലിറ്റീസ് ബിറ്റ്വീൻ individuals who are independent and social. Unfortunately, the conflict offered and role of conflict resolution can then complicate and the emotional sentiments also sense of people directly involved in the individuals. അതായത് ഇമോഷണൽ സെന്റിമെന്റ്സ് എല്ലാം കോൺഫ്ലിക്റ്റിന് കാരണമാവും അല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു ഭർത്താവിന് സ്വന്തമായി എന്താണ് വിവാഹം കഴിച്ച ഭാര്യ ഉണ്ടെങ്കിലും വേറൊരു അഫെയർ ഉണ്ട് എന്ന് ഈ ഭാര്യ അറിയുമ്പോൾ ആ ഭാര്യയ്ക്ക് എന്താവും, ഇമോഷണലി ചേഞ്ചിങ് ആവും. അങ്ങനെ സിമ്പിൾ എക്സാമ്പിളാണ്. ഇമോഷണൽ വരുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും. ഇമോഷണൽ വരും സ്വന്തം സ്വാർത്ഥതയൊക്കെ വരുമ്പോഴാണ് ഇമോഷൻ. ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ ഇനിയിപ്പോൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് വിട്ടിട്ട് ലവേഴ്സിന് എടുക്കുകയാണെങ്കിൽ ഒരു ലവർ ഒരാൾക്ക്, അപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലൊന്നും നമ്മുടെ മറ്റേ അമേരിക്കൻ സംസ്കാരമൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഒരാൾക്ക് 100 പെൺകുട്ടികൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരാൾ, ആ ലവർ അങ്ങനെ പറ്റും. അതുപോലെ ആ ഒരു ഗേളിന് കുറേ ബോയ് ഉണ്ട്, ലവർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഗേളിന് ഒരു ലവർ, അതല്ലാതെ വേറൊരാളുണ്ട് എന്ന് പറയുമ്പോൾ ഇമോഷണൽ ചേഞ്ച് ആവും. അപ്പോൾ അവിടെ എന്ത് വരും, വെറുപ്പാവും, വിദ്വേഷം ആവും, കോൺഫ്ലിക്ട്സ് ആവും. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ വൈഫ് ആൻഡ് ഹസ്ബൻഡ് റിലേഷൻ, ആൻഡ് ഇൻട്രാക്ഷൻ ഓഫ് വൈഫ് ആൻഡ് ഹസ്ബൻഡ്. ഹസ്ബൻഡ് വേറൊരു അഫെയർ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് എന്ത് വരും, ദേഷ്യം വരും. അപ്പോൾ അവിടെ എന്തോ കൊണ്ട് പോകും, കോൺഫ്ലിക്റ്റിന്. അവിടെ ദേഷ്യം വരും, വെറുപ്പ് വരും, കരച്ചിലാവും, ചെറുതായിട്ടൊരു യുദ്ധം അല്ലെ. രാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ല യുദ്ധം, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താവും, യുദ്ധം പോലുള്ള കോൺഫ്ലിക്ട്സ് വരും. അതെന്താവും, അത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു ഇൻട്രാക്ഷൻ ആണ്, ഒരു കാര്യമാണെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ ഇന്റർനാഷണൽ കോൺഫ്ലിക്ട്സ് ആണ് എന്ത്, രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്. അമേരിക്ക, ഇന്ത്യ, നമ്മുടെ യൂറോപ്യൻ കൺട്രീസ് അല്ലെ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ, ഇംഗ്ലണ്ട് തുടങ്ങിയ യൂറോപ്യൻ കൺട്രീസ് തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നുണ്ട്. അത് യുദ്ധമാണ്. അതിലാണ് എന്ത്, ബ്ലഡും ഗണ്ണൊക്കെ വരിക അതിലല്ലേ, ചോര ചിന്തുന്ന യുദ്ധങ്ങൾ. അതൊരു എത്രയോ വിധവകളായ സ്ത്രീകൾ ഇപ്പോഴത്തെ നമ്മൾ കണ്ടല്ലോ, ഒരു പട്ടാളക്കാരനെ നമ്മളെ ഇന്ത്യയിലേക്ക് പാകിസ്ഥാന്റെ ആക്രമണം മൂലം എന്തായി മാറി, കുറേ കുടുംബങ്ങൾ അനാഥരാവേണ്ട ഒരു വാട്സപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എന്താണ്, കോൺഫ്ലിക്ട്സ് ആണ്. അത് ഇന്റർനാഷണൽ കോൺഫ്ലിക്ട്സ്. നിങ്ങൾ എക്സാമ്പിൾ എഴുതുമ്പോൾ അപ് ടു ഡേറ്റ്സ് ആയി നടക്കുന്നതിൽ എഴുതണം. ഒരു മാസം മുമ്പ് എങ്ങാണ്ടുമാണ്, ഒരു മാസം 1.5 മാസം മുമ്പാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ബോംബ് വിമാനം അല്ലെ, യുദ്ധവിമാനങ്ങൾ ഇവിടെ വന്ന് നമ്മൾ നോക്കുന്നതും നമ്മുടെ പ്രധാനമന്ത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ട് വാക്തർക്കുണ്ടായി. നമ്മളങ്ങോട്ട് അവർ ഇതാക്കിയപ്പോൾ നമ്മളെ വിമാനങ്ങളൊക്കെ അങ്ങോട്ടും വിട്ടു. അങ്ങനെ യുദ്ധത്തിൻ്റെ ഒരു കോൺഫ്ലിക്ട്സ്, ചെറുതായിട്ടൊരു കോൺഫ്ലിക്ട്സ് 1.5 മാസം മുമ്പ് നടന്നു. ഇതെല്ലാം നിങ്ങൾ എക്സാമ്പിളൊക്കെ ആയിട്ട് ഇന്റർനാഷണൽ കോൺഫ്ലിക്ട്സിൽ എക്സാമ്പിൾ എഴുതണം. അതൊന്ന് മിസ് പ്രത്യേകം പറയും. ഇപ്പം മിസ്സിൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മിസ് പറയുന്ന അപ് ടു ഡേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഇതിലൊക്കെ എക്സാമ്പിളായിട്ട് ചേർത്താൽ മാർക്ക് 50 മാർക്ക്, ഇഷ്ടം പോലെ മാർക്ക് എന്ന് പറയും. മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്ലാസ് അല്ല റാങ്ക് മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വാല്യൂ ഓഫ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ ഈ കോൺഫ്ലിക്ട്സിന് ഒരു വാല്യൂ ഉണ്ട്. എന്ത് വാല്യൂ ആണ് പറയുന്നത്? വാല്യൂ refers to conflict of disagreement in values. Every society is divided on the basis of stratification. There are several layers of strategy in society on the basis of distinguishing of one another basis of caste, class, religion and cultural background and physical features like skin and hair and color. Is no society do all such groups live together in complete harmony and equal sharing of social rewards.
Instead, most of groups in are conflict with each other to achieve the three scale of precious social resources in society: money, പിന്നെ അതായത് നമ്മൾ സോഷ്യലിലുള്ളത് എന്താ പറയുക, കാസ്റ്റ്, റിലീജിയൻ്റെ എല്ലാം കൊണ്ട് മനുഷ്യനെ ഡിവൈഡ് ചെയ്ത് ഭരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴും ഒരു കോൺഫ്ലിക്ട്സ് നമ്മളിവിടെ കണ്ടുവരുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. നമുക്കറിയാം എന്ത്, പണ്ട് കാസ്റ്റും റിലീജിയനും ഡിവൈഡ് ചെയ്ത് അല്ലേ. പണ്ട് എന്താ അയിത്തം, പണക്കാരനും പാവപ്പെട്ടവനും, ജന്മിയും കുടിയാനും തമ്മിലുള്ള ബന്ധം, അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അവിടെയൊക്കെ റിലീജിയസും കാസ്റ്റും തന്നെയായിരുന്നു കാരണം. അപ്പോൾ എന്താണ് നമ്മളവിടെ കോൺഫ്ലിക്റ്റ് കണ്ടുവരുന്നതാണ് റീസൺ. ദെൻ ഫിയർ എങ്ങനെയാണ് കോൺഫ്ലിക്ട്സിന് കാരണമാകുന്നത്? വി ടെൻഡ് അഡ്ജസ്റ്റ് ക്വിക്ലി ടു സെൻസ് ഓഫ് ഫിയർ. പെട്ടെന്ന് വരുന്നതാണ് കോപം, ദേഷ്യം അല്ലേ, പെട്ടെന്നുള്ളത് കരുതി അതും എന്തിന് കോൺഫ്ലിക്റ്റിന് കാരണമാവുന്നു. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റും അതെ മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോകും. ഇതൊക്കെ വൈഫ് ആൻഡ് ഹസ്ബൻഡ് റിലേഷനിലാണ് ഏത് കോൺഫ്ലിക്റ്റ് വരുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റ് കോൺഫ്ലിക്റ്റ്. ദെൻ ഗിൽറ്റി, നിരാശ, റിലാക്സ്, മൈൻഡ് യുവർ ലാംഗ്വേജ്, അങ്ങനെ യൂസ് ഓഫ് ഗുഡ് വേർഡ്, അങ്ങനെ നല്ല ഇതൊക്കെ എന്താ പറയുക. ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇനിയിപ്പോൾ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും അതൊക്കെ ഇപ്പോൾ ഒരു രാജ്യമാണെങ്കിലും എല്ലാത്തിനും കോൺഫ്ലിക്റ്റ്, എല്ലാ ഇതിലും കോൺഫ്ലിക്റ്റ് ഉണ്ട്. രാജ്യത്തെ ബേസ് ചെയ്താണെങ്കിലും, വൈഫും ഹസ്ബൻഡും തമ്മിലാണെങ്കിലും, കുട്ടികൾ തമ്മിലാണെങ്കിലും, പൊളിറ്റീഷ്യൻസ് തമ്മിലാണെങ്കിലും, അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന ഓരോരോ റിലേഷൻഷിപ്പിലും കോൺഫ്ലിക്റ്റ് എപ്പോഴും നമ്മൾ കണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ദെൻ ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. കോൺഫ്ലിക്ട്സ് ആൻഡ് ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ഇൻസ്പിറേഷണൽ സ്റ്റോറി പറയുന്നുണ്ട്. നെക്സ്റ്റ് സ്ട്രാറ്റജീസ് ഓഫ് ചിൽഡ്രൻ, അറ്റ് ലാസ്റ്റ് കോൺഫ്ലിക്ട്സ്, ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റ്, രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. അതിലാണ് മീൻസ് നേരത്തെ പറഞ്ഞ നമ്മൾ ആ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച ആ ഒരു യുദ്ധവിമാനങ്ങൾ കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ എത്തിയത്, അതെല്ലാം നിങ്ങൾക്ക് കോൺഫ്ലിക്ട്സിൻ്റെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ എഴുതണം. എന്തായാലും നമ്മൾ കോൺഫ്ലിക്റ്റിന് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഇതിൽ വേറൊരു കാര്യം, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് അഡ്വർടൈസ്മെൻറ്റിനെ പറ്റി പറയുന്നത്. എമംഗ് ഓൾ മാസ് മീഡിയ അഡ്വർടൈസിങ് ഹാസ് എ നോട്ടീസബിൾ ഗ്രേറ്റർ ഇമ്പാക്ട് ദാൻ ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. അതായത് സോഷ്യൽ മീഡിയയിൽ അത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കോൺഫ്ലിക്ട്സിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ നമുക്കറിയാം, ഏത് സെക്ഷൻ എടുത്താലും നമ്മുടെ ലൈഫിലുള്ള എന്ത് സെക്ഷൻ എടുത്താലും അഡ്വർടൈസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. അതിപ്പോൾ എന്തായാലും നമ്മൾ കുടിക്കുന്ന ചായ, നമ്മൾ രാവിലെ മുതൽ നമ്മൾ രാത്രി ഉപയോഗിക്കുന്ന ഓരോരോ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസ്, അത് പല്ല് തേക്കുന്ന കോൾഗേറ്റ് മുതൽ നമ്മൾ ചായ കുടിക്കുന്ന ചായപ്പൊടി, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, ഇപ്പോൾ മിസ് കൈ പഠിച്ചിട്ട് പേന, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, എന്താണ് എല്ലാത്തിനും എന്തുണ്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആഡ് നമ്മൾ പരസ്യം കൊടുത്തിട്ടാണ്. നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ്, നമ്മൾ ജീവിക്കുന്നത് തന്നെ ഓരോരോ മോഡൽ സംഭവങ്ങൾ ഉപയോഗിച്ച്, കാറാണെങ്കിലും ഉപയോഗിക്കുന്ന വാഹനങ്ങളാണെങ്കിലും, നമ്മളൊരു മനുഷ്യൻ എന്തൊക്കെ വേണം ബേസിക് നീഡ്സ് അതെല്ലാം അഡ്വർടൈസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനറേഷനിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ.